പോലെ തൊള്ളപടായി വിട്ടുപോകുന്നില്ല. കിതാബ് ഉണ്ടോ ഇല്ലേ? നിഷേധിക്കൂ നിങ്ങൾ. ഇമാം അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു അൽ ബഹറുൽ മുഹീത്ത്, ആ അൽ ബഹറുൽ മുഹീത്തിൽ കാണാം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്ത്, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വിശുദ്ധ ഖുർആൻ തന്നെ വഹാബിസത്തിന്റെ ആശയത്തിന് വിരുദ്ധമാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു വലൗ അന്നഹും ഇല്ലലമു, അതേ ജനങ്ങൾ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോയാൽ, ആക്രമിച്ചാൽ, കുറ്റങ്ങൾ ചെയ്താൽ എന്താണ് അവർ ചെയ്യുന്നത്? ഓ വഹാബികളെ, കുറ്റം ചെയ്തവൻ അള്ളാഹിനോട് ദുആരക്കണം, പടച്ചവനോട് മാഫു ചോദിക്കണം എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അല്ലാതെ കുറ്റം പൊറുക്കുന്നവൻ, പാപം പൊറുക്കുന്നവനാരാണ്? അള്ളാഹു മാത്രമാണ് പാപം പൊറുക്കുന്നത്. അതുകൊണ്ട് മുഹമ്മദ് നബിയോട് പറയാൻ പറ്റൂല, ഔലിയാക്കളോട് പറയാൻ പറ്റൂല, അല്ലാഹ് മാത്രമാണ് ദോഷം പൊറുക്കുന്നവൻ എന്ന് ആയത്തോതീറ്റ് ജനങ്ങളോട് പ്രസംഗിക്കുന്ന മൗലവിമാരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കുറ്റം ചെയ്ത ജനങ്ങൾ ജാഊക, ഓ നബിയെ അങ്ങയുടെ അടുത്തേക്ക് വരും എന്ന് എന്തിനാ മൗലവിമാരെ പറയുന്നത്? അവർക്ക് ഇരുന്ന സ്ഥലത്ത് തന്നെ അല്ലാഹുവോട് ദുആ നടത്തിക്കൂടെ? മുഹമ്മദ് നബിന്റെ അടുത്തേക്ക് എന്തിനാ വരുന്നത്? എന്തിനാ വരാൻ ഖുർആൻ പറയുന്നത്? ഖുർആൻ പറയുന്നത് മുഹമ്മദ് നബിന്റെ അടുത്ത് വരണം, ജാഊക, തങ്ങളുടെ അടുത്തേക്ക് വരണം. നിങ്ങൾ ആലോചിക്കുന്ന ബുദ്ധിയില്ലേ, തലച്ചോറില്ലേ? കുറ്റം ചെയ്താൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാ പോരെ? വഹാബി പറഞ്ഞതുപോലെ പഠിച്ചോനെ എനക്ക് മാഫാക്ക്, എന്റെ ദോഷം പൊറുത്തുതാ അല്ലാ, ഖലാസ് തീന്തല്ലേ? ഇവിടെ പറയുന്നത് കുറ്റം ചെയ്ത ആളുകൾ ജാഊക, ഓ നബിയെ അങ്ങയുടെ അടുത്തേക്ക് വരും, അഥവാ വരണം. ഫസ്തഗ്ഫിറുല്ലാഹ, എന്നിട്ട് അവർ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ, അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് എന്തിനാ പൊറുക്കലിനെ തേടുന്നത്? അവന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തേടിക്കൂടെ? അല്ലെങ്കിൽ പള്ളിയിൽ ഇരുന്നു കൊണ്ട് തേടിക്കൂടെ? പള്ളിയിൽ വന്നിട്ട് ദ്വാരക്കണോ എന്നല്ല ഖുർആൻ പറയുന്നത്. ഓ നബിയെ അങ്ങയുടെ സമീപത്ത് വന്നുകൊണ്ട് അള്ളാഹിനോട് പാപമോചനം തേടിയാൽ അത് മാത്രം പോരാ, അത് മാത്രം പോരാ, അവര് മാത്രം ദ്വാരന്നാൽ പോരാ. വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും അഥവാ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുകയും ചെയ്താൽ, നബി തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അള്ളാഹു അവരെ തൗബാനെ സ്വീകരിക്കുന്നവനും അവരോട് കരുണ ചെയ്യുന്നവനുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എന്തിനാണ് അള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് മാപ്പ് ചോദിക്കുന്നത്, നബിയോട് ശഫാഅത്ത് ചോദിക്കുന്നത്, എന്നിട്ട് നബി അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത്? അല്ല പോരെ, അല്ല പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബദാ എന്ന് വറക്കത്ത് ഓതുന്ന ആളല്ലേ വഹാബി? ഇവിടെ മുഹമ്മദ് നബി റെക്കമെൻഡ് ചെയ്യണമെന്നാ ഖുർആൻ പറയുന്നത്. അപ്പോ അത് പറയും അത് ഹയാത്ത് കാലത്തല്ലേ, ഹയാത്ത് കാലത്ത് മാത്രല്ല മൗത്തിന്റെ കാലത്തും ഉണ്ടിരിക്കട്ടെ, അത് വേറെ. ഹയാത്ത് കാലത്താണെങ്കിൽ തന്നെ മുഹമ്മദ് നബിന്റെ അടുത്ത് എന്ത് പോകണം, എന്തിനു പോകണം? ഹേയ്, ഹയാത്ത് കാലത്താണ് എന്ന് തന്നെ വെക്കാം. ഹയാത്ത് കാലത്താണെങ്കിൽ മുഹമ്മദ് നബിന്റെ അടുത്തേക്ക് എന്ത് പോകണം? മുഹമ്മദ് നബി ഇലാഹാണോ? ഹയാത്ത് കാലത്ത് ദോഷം പൊറുക്കാൻ മുഹമ്മദ് നബിക്ക് അധികാരമുണ്ടോ? ഇരുന്ന സ്ഥലത്ത് അവർക്ക് ചോദിച്ചാ പോരെ കൂട്ടരെ? എന്നാൽ ഇത് ഹയാത്ത് കാലത്ത് മാത്രം ബാധകമല്ല, അവർ വഫാത്തിന്റെ ശേഷവും ബാധകമാണ്. നബിയുടെ ഖബറിന്റെ അടുത്ത് പോയി ചോദിക്കുന്നത് എനിക്ക് ബാധകമാണ്. ഈ ആയത്ത് ഞാനല്ല രേഖപ്പെടുത്തുന്നത്, ഇമാമീങ്ങൾ അവരെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാ ഈ കിതാബിൽ ഒരു സംഭവം ഞാൻ വായിക്കുന്നു, ഒരു സംഭവം, ഒരു ചരിത്രം ഞാൻ വായിക്കുന്നു. അതാ
അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നു, ഖദിമ അലൈന അറാബിയുൻ ബഅദമാ ദഫന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസലാസതി അയ്യാം. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി, അവിടുന്ന് ദഫൻ ചെയ്തു 3 ദിവസം കഴിഞ്ഞതിന്റെ ശേഷം 3-ാമത്തെ നാള് നബിനെ ദഫൻ ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞു. അപ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ ഖബറിന്റെ അടുത്ത് വന്നു. ആരുടെ ഖബറിന്റെ അടുത്തേക്ക്? നബിയുടെ ഖബറിന്റെ അടുത്തേക്ക്. ഫറമാ ബിനഫ്സിഹി അലാ ഖബരി. അദ്ദേഹം വന്ന് അവിടെ ഉരുണ്ട് കിടക്കുന്നു, ആ ഖബറിന്റെ അടുത്ത് കിടക്കുന്നു. വഹസാ മിൻ തുറാബിഹി അലാ റഅസിഹി. ആ ഖബറിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇടുന്നു, തലയിലിടുകയാണ്. എന്നിട്ട് സുമ്മഖാൽ, പിന്നെ ആ സാധു അവിടുന്ന് പറയുന്നു, യാ ഖൈറ മൻദൂഫീനത് ഫിത്റുബി അളുമുഹു ഫതാബ മിൻ ത്വീബിഹിൻ നൽഖാഉ വൽ അകാമു നഫ്സിൽ ഫിദാഉ ലി ഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ ആഫാഫു ഫീഹിൽ ജൂദു വൽ കറമു. ബഹുമാനപ്പെട്ട മൽജീദങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ നബിനെ വിളിച്ച് പാടുകയാണ്, നബിനെ വിളിക്കുകയാണ്. എന്നിട്ട് നബിയോട് നേരിട്ട് കാര്യങ്ങൾ പറയുന്നു. ജീവിച്ചിരിക്കുന്ന ആളോട് പറയുന്നത് പോലെ മുത്തുനബിയോട് അതാ വഫാത്തിന്റെ ശേഷം പറയുന്നു. എന്താ പറയുന്നത്? ഖദ് ഖുൽത യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾ കുറെ കാര്യങ്ങൾ ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഫസമിഅനാ ഖൗലക, അങ്ങയുടെ വാക്ക് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വവഅയ്ത അനില്ലാഹി ഫവഅയ്നാ അൻക, അതെ അങ്ങ് അല്ലാഹുവിൽ നിന്ന് കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുകയും ഞങ്ങളത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വകാന ഫീമാ അൻസലല്ലാഹു അലൈക, അങ്ങേക്ക് അല്ലാഹു ഇറക്കിയ ഖുർആനിൽ ഉള്ളൊരു കാര്യമാണ്. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക എന്ന ഖുർആനിലെ ആയത്ത്, അതേ കുറ്റം ചെയ്തു പോയ ആളുകൾ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പാപമോചനം തേടുകയും തങ്ങളോട് ശഫാഅത്തിനെ തേടുകയും തങ്ങൾ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുകയും ചെയ്താൽ അല്ലാഹു അവരെ ദോഷം പൊറുക്കുമെന്ന് ഖുർആനാ പറഞ്ഞത്. വഖദ് ലലംതു നഫ്സി, നബിയെ ഞാൻ എന്റെ ശരീരം ആക്രമിച്ചിട്ടുണ്ട്, കുറ്റം ചെയ്തിട്ടുണ്ട്. വജിഇതു അസ്തഗ്ഫിറുല്ലാഹ ദംബി, എന്റെ കുറ്റത്തിന് അല്ലാഹുവോട് പൊറുക്കലിനെ തേടിറ്റാ ഞാൻ വന്നത്. അതുകൊണ്ട് നബിയോട് നേരിട്ട് ഡയറക്റ്റ് പറയാ, ഫസ്തഗ്ഫിർലി, നബിയെ എനിക്ക് വേണ്ടി മാഫു തേടണേ, മിർ റബ്ബി, എന്റെ റബ്ബിനോട്. നബിയോട് പറയാ, തങ്ങളെ എനിക്ക് വേണ്ടി അല്ലാഹുവോട് മാഫു ചോദിക്കണം തങ്ങളെ. ആ സമയത്ത് ഫനൂദിയ മിനൽ ഖബർ, അതാ ഖബറിന്റെ ഉള്ളിൽ നിന്ന്, മുത്തുനബിയുടെ ഖബറിന്റെ അകത്തിൽ നിന്ന്, ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. മരണപ്പെട്ടു പോയാൽ ഒക്കെ തീർന്നു, മരിച്ചു പോയ ആളുകൾക്കൊന്നും സാധ്യമല്ല എന്ന് പ്രചരിപ്പിക്കുന്ന വഹാബികളെ കേൾക്കൂ നിങ്ങള്. ആ മദീന മുനവ്വറയിൽ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി 3 ദിവസം അവിടുത്തെ ശരീരം മറമാടി 3 ദിവസം കഴിഞ്ഞതിന്റെ ശേഷം അവിടുന്ന് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ ഫനൂദിയ മിനൽ ഖബർ, ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നു. അന്നഹു ഖദ് ഗുഫിറ ലക, ഓ സഹോദരാ, നിന്റെ ദോഷം നിനക്ക് മാഫു ചെയ്യപ്പെട്ടിരിക്കുന്നു, നിന്റെ കുറ്റങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന വിളി ഖബറിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നു, മുത്തുനബിയുടെ ഖബറിൽ നിന്ന്.
ആരായി സംഭവം ഉദ്ധരിക്കുന്നത്? മഹാനായ അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അൽ ബഹറുൽ മുഹീത്ത്, അതേ 7-ാം വാള്യം 165-ാം പേജ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ജൂത സംസ്കാരമാണോ? മൗലവി പറഞ്ഞെന്താ? മഹാന്മാരെ ഖബറിന്റെ അടുത്ത് പോയി പറയുന്നതൊക്കെ ജൂതന്മാരുണ്ടാക്കിയതാണ്. അപ്പൊ ഈ കിതാബ് എഴുതിയ മഹാൻ ജൂതനാണോ? നിങ്ങൾ ആലോചിച്ച്, ഇമാമിങ്ങളുടെ കിതാബായത്, തഫ്സീറിന്റെ കിതാബാണ്. ഇതൊക്കെ മൂടി വെച്ച് പച്ച കളവ് പറഞ്ഞ് ഈ സംസ്കാരം ജൂതന്മാരുണ്ടാക്കിയതാണ് എന്ന് ജൂതന്മാരുടെ ഏജന്റുകളായ വഹാബികൾ ഇവിടെ പച്ച നുണ പറയുമ്പോൾ അത് തിരിച്ചറിയാൻ നിങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, ഈ കാര്യം